സംസ്ഥാനത്ത് BJP ആദ്യമായി അക്കൗണ്ട് തുറക്കുകയും മറ്റൊരു സീറ്റിൽ രണ്ടാം സ്ഥാനം നിലനിർത്തുകയും ചെയ്തിട്ടും പാർട്ടി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 9 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 1/6 അഥവാ 16.7% വോട്ട് നേടാനാകാതെ വന്ന സാഹചര്യത്തിലാണ് കെട്ടിവെച്ച തുകയായ 25,000 രൂപ നഷ്ടമാകുന്നത്. തുകയുടെ വലുപ്പത്തെക്കാൾ ഉപരി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന മിനിമം ജനപിന്തുണ നേടാൻ കഴിയാതെ വരിക എന്നത് പാർട്ടികളെയും മത്സരാർത്ഥികളെയും സംബന്ധിച്ച് രാഷ്ട്രീയമായി കടുത്ത തിരിച്ചടിയും അപമാനവുമാണ്. അതാണ് ഇവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഉണ്ടായിരിക്കുന്ന ഗതികേട്. പിന്നെ ഉള്ളി സുരയ്ക്ക് ഇത് എവിടെ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടൊരു ട്രോളുണ്ട്, എത്ര വട്ടം നിന്നോ അത്ര വട്ടം തോറ്റന്നെ എന്നുള്ള സാധനം. അതായത് എത്ര തവണ നിന്നോ അത്രയും തവണയും തോറ്റ ചരിത്രമുള്ള നേതാവാണ് ഉള്ളി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ. ഇദ്ദേഹം എവിടെയൊക്കെ മത്സരിച്ചോ അവിടങ്ങളിലെല്ലാം വലിയ വായ്ത്താളം അടിക്കാറുണ്ട്. ഞങ്ങളെ ഭരിക്കൂ, ഞങ്ങളെ ജയിക്കൂ, ഞങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്, ഞങ്ങൾ തീരുമാനിക്കും ആര് മുഖ്യമന്ത്രിയാകണമെന്ന്, ആര് പ്രധാനമന്ത്രിയാകണമെന്ന്, അങ്ങനെ തുടങ്ങി എല്ലാം ഓവർ കോൺഫിഡൻസ് ആണ്. അതായത് തോറ്റ് തുന്നം പാടിയാലും സുരേന്ദ്രന്റെ ഒക്കെ കോൺഫിഡൻസ് വേറെ ലെവലാണ്. ഇനി എത്ര തന്നെ തോറ്റാലും അത്രയും തോന്നും ഷട്ടൊക്കെ നേരെയിട്ട് വന്നിട്ട് വീണ്ടും പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്. അപ്പൊ താങ്കൾ തോറ്റതോ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവികം, അതൊന്നും ഇതിൽ കൂട്ടാൻ പറ്റത്തില്ല എന്ന തരത്തിലാണ് കെ സുരേന്ദ്രൻ എപ്പോഴും പറയുന്നത്. അങ്ങനെ കെ സുരേന്ദ്രൻ നിന്ന സ്ഥലങ്ങളിലെല്ലാം ചരിത്രത്തിൽ ഇടം നേടും ഏറ്റവും അധികം തോറ്റ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അത് കെ സുരേന്ദ്രനാണെന്ന്. വയനാട്ടിൽ UDF-നും LDF-നുമെതിരെ മത്സരിച്ച BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് മൊത്തം പോൾ ചെയ്ത വോട്ടിൽ കേവലം 13% വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ 16.7%-മായ 1,90,899 വോട്ട് നേടേണ്ടിയിരുന്നു. കിട്ടിയതാകട്ടെ 1,41,045 വോട്ടുകളും. ഇതാണ് കടുത്ത നാണക്കേടിലേക്ക് പാർട്ടിയും പ്രസിഡന്റിനെയും എത്തിച്ചിരിക്കുന്നത്. വയനാട്ടിൽ ആകെ പോൾ ചെയ്തത് 10,84,653 വോട്ടുകളാണ്. ഇതിൽ UDF-ന് വേണ്ടി രാഹുൽ ഗാന്ധി പിടിച്ചത് 6,47,445 വോട്ട്, അതായത് 59.7% വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു. ഇനി LDF-ന്റെ ആനി രാജയാകട്ടെ 2,83,023 വോട്ടുകൾ നേടി 26.1% വോട്ടുകൾ നേടിയിരുന്നു. ഇനി കെ സുരേന്ദ്രൻ, അതായത് NDAയുടെ സ്ഥാനാർത്ഥി, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, നേടിയതാകട്ടെ 1,41,045 വോട്ട്, അതായത് 13% വോട്ട്. ഭൂരിപക്ഷമാകട്ടെ 3,64,422. ഇതാണ് രാഹുൽ ഗാന്ധി വയനാട് നേടിയ ഭൂരിപക്ഷം. അവിടെ മത്സരിച്ച പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളിൽ ആനി രാജ കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടും. എന്നാൽ കെ സുരേന്ദ്രൻ എന്ന ഉള്ളി സുരയ്ക്ക് കെട്ടിവെച്ച കാശും പോയി, നാണം കെടുകയും ചെയ്തു. അതേസമയം തന്നെ 2019 തുഷാർ വെള്ളാപ്പള്ളി നേടിയതിലും 62,000-ലധികം വോട്ടിന്റെ വർധനമുണ്ടാക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്നൊരു ആശ്വാസം കൂടിയുണ്ട്. സുരേന്ദ്രന് നന്നായി പോളീസ് വെൽ എന്ന് പറഞ്ഞ് ഇരിക്കാം. കാരണം കഴിഞ്ഞ തവണത്തെക്കാളും 62,000-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞല്ലോ. കെട്ടിവെച്ച കാശ് പോയാലും വോട്ട് കൂടുതൽ കിട്ടിയല്ലോ എന്നൊരു നേട്ടം കൂടിയുണ്ട്. ഇനി സുരേന്ദ്രനെ കൂടാതെ NDA പാളയത്തിലെ മുന്നണികളെല്ലാം അതിൽ പ്രധാനപ്പെട്ട 8 പേർക്ക് കൂടി കെട്ടിവെച്ച തുക നഷ്ടമായിട്ടുണ്ട്. ഇതിലെടുത്ത് പറയേണ്ടത് C രഘുനാഥ്, കണ്ണൂർ മത്സരിച്ച C രഘുനാഥിന് 11.27% വോട്ടാണ് ലഭിച്ചത്. വടകര മത്സരിച്ച പ്രഫുൽ കൃഷ്ണയ്ക്കോ 9.97%. അതുപോലെ ചാലക്കുടിയിൽ മത്സരിച്ച KA ഉണ്ണികൃഷ്ണന് 11.18%, എറണാകുളത്ത് മത്സരിച്ച KS രാധാകൃഷ്ണന് 15.87%, പൊന്നാനിയിൽ മത്സരിച്ച അഡ്വക്കേറ്റ് നിവേദിതയ്ക്ക് 12.12%, മലപ്പുറത്ത് മത്സരിച്ച ഡോക്ടർ അബ്ദുൽ സലാമിന് 7.87%, ഇടുക്കിയിൽ മത്സരിച്ച സംഗീത വിശ്വനാഥന് 10.86%, മാവേലിക്കരയിൽ മത്സരിച്ച ബൈജു കലാശാലയ്ക്ക് 15.98% വോട്ടുകളുമാണ് ലഭിച്ചത്. അങ്ങനെ ഈ പറഞ്ഞ 8 പേരുടെയും കെട്ടിവെച്ച കാശ് പോയി എന്നല്ല, 8 പേരും 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. ഇനി സുരേഷ് ഗോപി അടക്കം NDAയിലെ 11 സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയതും മുന്നണിയെ സംബന്ധിച്ച് ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരന് 35.52%, ആറ്റിങ്ങലിൽ മത്സരിച്ച V മുരളീധരന് 31.64%, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്
28.3% ലഭിച്ചത് ഗംഭീര നേട്ടങ്ങളായിട്ടാണ് പാർട്ടി ദേശീയ നേതൃത്വം അടക്കം വിലയിരുത്തപ്പെടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ 13 സ്ഥാനാർത്ഥികൾക്കാണ് സെക്യൂരിറ്റി തുക, അതായത് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതാകുന്നത്. അത് പരിഗണിച്ചാൽ പാർട്ടിയുടെ നില മെച്ചപ്പെട്ടു എന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് നേരിയ ആശ്വാസമൊക്കെ ഉണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് തിരിച്ചു കിട്ടിയിരുന്നു. അന്ന് സുരേന്ദ്രൻ പിടിച്ചത്ര വോട്ടുകൾ നേടാൻ ഇത്തവണ പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി ആന്റണിയുടെ പൊന്നോമന പുത്രൻ അനിൽ ആന്റണിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് സെക്യൂരിറ്റി തുക നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തവണ കോട്ടയത്തും തുക തിരിച്ചു കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 2019 ആലപ്പുഴയിൽ കെട്ടിവെച്ച കാശ് നേടിയ ഡോക്ടർ KS രാധാകൃഷ്ണന് ഇത്തവണ എറണാകുളത്ത് ആ കാശ് അങ്ങ് പോയി കിട്ടിയെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ കേരളത്തിലെ സംഖ്യകളിൽ പ്രധാനപ്പെട്ട 8 പേർക്ക് 8 നിലയിൽ പൊട്ടുകയും കാശ് നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി സംസ്ഥാന പ്രസിഡന്റ്, അതായത് ഇവർക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന, എന്റെ നേതൃത്വത്തിലാണ് നിങ്ങളെല്ലാം മത്സരിക്കുന്നത് എന്ന് പറയുന്ന, ഞാനാണ് എല്ലാത്തിന്റെയും അധിപൻ എന്ന് പറഞ്ഞു നടക്കുന്ന, കേരളത്തിലെ ഒടിവച്ച നേതാവ് ഞാനാണെന്നും കേരളത്തിൽ നെഞ്ചുവിരിച്ച് നടക്കുന്ന നേതാവ് ഞാനാണെന്നും കേരളത്തിലെ എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് എന്റെ ഈ കൈരേഖയ്ക്കുള്ളിൽ ഉണ്ടെന്ന് പറയുന്ന കൈരേഖ സുരുവെന്ന ഉള്ളി സുരക്കി എല്ലായിടത്തുനിന്നും കെട്ടിവെച്ച കാശ് പോവുകയും നാണം കെടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ ഈ മനുഷ്യൻ പിന്നെയും ചെന്ന് മത്സരിക്കുന്നുണ്ട്. ഈ മത്സരിച്ചിട്ട് പറയുന്ന എന്താണ്? ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ കോൺഫിഡൻസ് ആണ് കെ സുരേന്ദ്രനുള്ളത്. എവിടെയും മത്സരിച്ചാൽ ആദ്യം പറയുന്നത് BJP തീരുമാനിക്കും, NDA തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കും, സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ തീരുമാനിക്കും കേരളത്തിൽ ഇനി ആര് വാഴണം ആര് വീഴണമെന്ന്. അതുപോലെ MP ഇലക്ഷൻ ആയിരുന്നാലും ഇനിയിപ്പോ MLA ഇലക്ഷൻ ആയിരുന്നാലും ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ ആയിരുന്നാലും സുരേന്ദ്രൻ എന്ന് പറയും, ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഭയങ്കര പൊളിയാണ്, ഞങ്ങൾ അങ്ങ് ജയിച്ച് തള്ളിക്കളയും, ഞങ്ങളെ ജയിക്കൂ എന്നാണ്. ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ പെട്ടി പൊട്ടിക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ കളസം വരെ കീറുന്ന സാഹചര്യം നിലനിന്നാലും ഇത് പലതവണ ഉണ്ടായപ്പോഴും കെ സുരേന്ദ്രൻ പിന്നെയും വന്ന് പറയും, ഒരു ഉളുപ്പുമില്ലാതെ പിന്നെയും വന്ന് പറയും ഞങ്ങളെ ജയിക്കുമെന്ന്. അങ്ങനെ ഇത്തവണയും കെ സുരേന്ദ്രന് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല എന്ന് മാത്രമല്ല 8 നിലയിൽ പൊട്ടുകയും ചെയ്തിട്ടുണ്ട്.